ശബരിമലയിൽ നിശ്ചിത ഇടവേളകളിൽ അനിഷ്ടം നടക്കാറുണ്ട്. മാത്രമല്ല പല അനിഷ്ടങ്ങളും ചിലത് സന്നിധാനത്ത് നടക്കും, ചിലത് 18-ാം പടിയായിട്ട് ചേർന്ന് നടക്കും, ചിലത് പുല്ലുമേടിൽ വെച്ച് നടക്കും. എവിടെയെങ്കിലും അനിഷ്ടങ്ങൾ നടക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ അവിടെ പോയിട്ട് വീട്ടിൽ പോകുന്നവർ ആക്സിഡൻറ്റിൽ മരിക്കാറെങ്കിലും ഉണ്ട്. അനിഷ്ടം നടക്കുന്നുവെന്ന് പറഞ്ഞാൽ ദേവൻ്റെ അനിഷ്ടമാണോ എന്ന് ഇതുവരെ ആരും അന്വേഷിക്കാറില്ല. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാതെ ഉള്ള ഊർജ്ജ സ്രോതസ്സാണ്, അത് ചൈതന്യമാണ്, വിശേഷാൽ ഗ്രഹിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സ്ഥലമാണത്. ശബരിമലയിൽ 3 ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. എൻ്റെ അന്വേഷണ വിഷയമാണ്. ഞാൻ ഒരിക്കലും ഇതിൻ്റെ അവസാന വാക്കല്ല. ശബരിമലയിൽ 2 പ്രാവശ്യം തീ പിടിച്ചിട്ടുണ്ട്. ഒരിക്കൽ തീ പിടിച്ചു, ഒരിക്കൽ തീ വച്ചു. ആദ്യം തീ പിടിച്ചപ്പോൾ ആ വിഗ്രഹം കൊണ്ട് ചാടി, ആ വിഗ്രഹം പിന്നെ അവിടുത്തെ എമ്പ്രാന്തിരി എടുത്തുകൊണ്ട് കുളത്തിൽ ഭസ്മക്കുളത്തിൽ ചാടി, ഭസ്മക്കുളത്തിൽ തിരിച്ചുകൊണ്ട് വെച്ചു. അങ്ങനെ കുറേ കഥകളുണ്ട്. രണ്ടാമത്തെ വിഗ്രഹം 50-ലെ വിഗ്രഹം മാറ്റി, പിന്നെയാണ് പഞ്ചലോക വിഗ്രഹം വെച്ച്. ആ വിഗ്രഹങ്ങൾ എവിടെയാണ്? ആ വിഗ്രഹങ്ങളിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തതല്ലേ ആ വിഗ്രഹങ്ങൾ? പ്രാണപ്രതിഷ്ഠ ചെയ്തെന്ന് പറഞ്ഞാൽ ആ വിഗ്രഹത്തിൽ ചെയ്ത ആളിൻ്റെ ആത്മാവിൻ്റെ കുറേ ഭാഗമില്ലയോ? ഞാൻ തന്ത്രിയാണെങ്കിൽ മൂലമന്ത്രം ചൊല്ലിക്കൊടുത്ത്, മൂലമന്ത്രം ചൊല്ലി ശില്പത്തെ ഒരുപാട് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് അതിന് ജീവൻ വയ്പ്പിക്കുന്നതാണ് സങ്കല്പം. ജീവനുള്ള 2 ജീവാത്മാവിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ 2 വിഗ്രഹങ്ങൾ എവിടെ? മൂന്നാമതൊരു വിഗ്രഹം വന്നപ്പോൾ ആ 2 വിഗ്രഹം നമ്മൾ മാറ്റി. ന്യായമാണ്. പരിഹാരക്രിയ ചെയ്തോ? താഴമൺ തന്ത്രി കുടുംബത്തിൽ ഒരു ഘട്ടമായപ്പോൾ ആൺകുട്ടികളില്ല. ആൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ആൺകുട്ടി ആയിരുന്നേനെ അവിടെ തന്ത്രി. ഇവിടെ ഇപ്പോൾ തന്ത്രിമാരായിരിക്കുന്ന ആളുകളുടെ ഇതിൻ്റെ സ്പിരിച്വാലിറ്റി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അവരുടെ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ശബരിമലയുടെ തന്ത്രി ആരായിരിക്കണമെന്ന് സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ നടന്ന ചില തർക്കങ്ങൾ. മോഹനൊരു തന്ത്രിയെ ഒരു സ്ത്രീ കേസുമായി പിടിച്ചു. അതിൻ്റെ പാപക്രിയ ചെയ്തോ? ശബരിമലയിൽ ചെയ്തോ എന്നല്ല ചോദിക്കുന്നത്, തന്ത്രി കുടുംബം ചെയ്തോ? ക്ഷേത്രത്തെയും ഹിന്ദു ആചാരങ്ങളെയും നമ്മൾ വളരെ ഗൗരവമായിട്ട് വേണം ഇത് കാണാൻ. അപ്പോൾ അവിടെ ചെയ്യേണ്ടുന്ന താന്ത്രിക വിദ്യകൾ, അവിടെ ചെയ്യേണ്ടുന്ന പാപപരിഹാര കാര്യങ്ങൾ, അവിടെ ചെയ്യേണ്ടുന്ന സ്ട്രക്ചറുകൾ, അവിടെ ചെയ്യേണ്ടുന്ന ആചാരകാര്യങ്ങൾ, അവിടെ പാലിക്കേണ്ട മര്യാദ, അവിടെ പാലിക്കേണ്ട ശുചിത്വം, ഇതെല്ലാം വളരെ 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 പ്രധാനമാണ്. ഇത് നഷ്ടപ്പെടുന്നതാണ് സ്പിരിച്വാലിറ്റി മനുഷ്യനെ ഏൽക്കാത്തത്.